ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബെഡ്റൂം, അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാത്റൂം, പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ്സുകൾ, പിന്നെ അതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇത് ചെറിയൊരു ബെഡ്റൂമാണ് വരുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാത്റൂമും ഉണ്ട്. അത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒരു ട്യൂബിന് വേണ്ടിയുള്ള ഓപ്ഷനും പിന്നെ ഒരു ചെറിയ ലൈറ്റ്സിനും വേണ്ടി, അതെല്ലാം തന്നെ കൊടുത്തിരിക്കുന്ന ചെറിയ രീതിയിലുള്ള ഫിലിപ്സിൻ്റെ ലൈറ്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ലൈറ്റ്സാണ് വരുന്നത്. അത് വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നതല്ല. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ വാഷ് ബേസിൻ, കുളിക്കുന്ന ഏരിയ, പിന്നെ ക്ലോസറ്റിൻ്റെ ഏരിയ, അങ്ങനെ ചെറിയൊരു ബാത്റൂമും ചെറിയ ഒരു ബെഡ്റൂമും കൂടിയിട്ട് അറ്റാച്ച്ഡ് നമ്മൾ സാധാരണക്കാരൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള രീതിയിലുള്ള ബെഡ്റൂമിൻ്റെ ഡിസൈനിങ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന എൻട്രൻസിൻ്റെ മെയിൻ സ്വിച്ച് വരുന്നത്. റൂമിൻ്റെ എൻട്രൻസ് സ്വിച്ച് വെച്ചിരിക്കുന്നത്. എൻട്രൻസ് സ്വിച്ച് വെച്ചിരിക്കുന്ന എല്ലാം തന്നെ ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലാണ്. ഗോൾഡ് മെഡലിൻ്റെ തന്നെ പുതിയ മോഡലുകളൊന്നായിട്ട് കർവ് മോഡൽ ഒരു 90% കംപ്ലയിൻസ് കുറവുള്ള സ്വിച്ചുകളാണ് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന സ്വിച്ചുകളും പ്ലഗുകളും റെഗുലേറ്ററുമാണ് ഈ കാണുന്നത്. ഇതെല്ലാം തന്നെ ആദ്യത്തെ 2 2 വേ വരുന്നു, റെഗുലേറ്റർ വരുന്നു, പിന്നെ മാസ്റ്റർ സ്വിച്ച് വരുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലഗ് സ്വിച്ച് അതിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഏത് രാജ്യത്തെ സോക്കറ്റ് നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർനാഷണൽ സോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ട്യൂബിൻ്റെ ഓപ്ഷനും പിന്നെ അതുപോലെ തന്നെ നേരെ മുകളിലായിട്ട് ഒരു ഫാൻസിയുടെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ട്യൂബ് നമ്മൾ ഒഴിവാക്കി 2 ഫാൻസി ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വാം കൊടുത്തിട്ടുണ്ട്, ഒന്ന് വൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ലുക്കായിട്ടാണ്. അതും ഫിലിപ്സിൻ്റെ തന്നെയാണ്, ബ്രാൻഡഡ് ആണ്. ഏകദേശം ഒരു ലൈറ്റിന് 350 രൂപ റേഞ്ചേ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ റാഡ് കൊടുത്തിരിക്കുന്നത്. റാഡ് കൊടുത്തതിന് ശേഷം ഫാൻ കുറച്ച് താത്തിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം ബീം ഉള്ളതുകൊണ്ട് ബീമിൻ്റെ താഴേക്ക് കിട്ടാവുന്ന രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ബീമിൻ്റെ തൊട്ട് താഴെ ഒരു 3 ഇഞ്ച്, ബീമിൻ്റെ തൊട്ട് താഴെ ബീമിൻ്റെ താഴെ നിൽക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാം വൈറ്റ്സ് ലൈറ്റും അതുപോലെ തന്നെ നോർമൽ ലൈറ്റ്സുകളും നമ്മുടെ റൂമിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാം ആയിരിക്കും കുറച്ചുകൂടി ലുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ റൂമിൻ്റെ ലുക്ക് പ്രത്യേകം തന്നെ എടുത്ത് ഫീൽ ചെയ്യുന്നത് വാം വൈറ്റ്സ് കൊടുക്കുമ്പോഴാണ് പ്രത്യേകമായിട്ട് എടുത്ത് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ കോർണറിൽ നമ്മൾ അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ സ്വിച്ച്, അതിൻ്റെ താഴെ വേണമെങ്കിൽ നമുക്കൊരു ഫുഡ് ലാമ്പ് വേണമെങ്കിൽ, ഇതിൻ്റെ അകത്ത് ഫുഡ് ലാമ്പ് ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫുഡ് ലാമ്പ് കൂടി കൊടുക്കാം. ആ ഫുഡ് ലാമ്പ് 2 മോഡലിൻ്റെ ഒരു ഫുഡ് ലാമ്പ് കൂടി കൊടുക്കാം. പിന്നെ ബാത്റൂമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വാഷ് ബേസിൻ തുടങ്ങുന്ന സ്റ്റൈലിലായിരുന്നു സൈഡിലായിട്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്വിച്ച് പ്ലഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഹീറ്ററിൻ്റെ സ്വിച്ച് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ സെറയുടെ ഡൈവേർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെയും അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെയൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ജാഗോറിൻ്റെയൊക്കെ. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സെറയുടെ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വാൾ ഹാങ് ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. വാൾ ഹാങ് ക്ലോസറ്റ് സിംഗിൾ പീസായിട്ട് വരുന്ന, ഒറ്റ പീസായിട്ട് വരുന്ന ടൈപ്പ് അല്ല കൊടുത്തിരിക്കുന്നത്, 2 പീസായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ സൈഡിൽ തന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സാധാരണക്കാരുടെ വീട്ടിൽ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന റൂമിൻ്റെ ചെറിയൊരു വലുപ്പത്തിലുള്ള, അന്ന് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ട് ഓരോ ഡിസൈനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ചെറിയൊരു ബെഡ്റൂമിൻ്റെ വരുന്ന കാര്യങ്ങളും ACD ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും ചെറിയ ബെഡ്റൂമിലേക്ക് അറ്റാച്ച് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.